ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. അങ്ങനെ ആരെങ്കിലും തല്ലി പോയിന്റ് മേടിച്ചവരല്ലടാ ഞങ്ങൾ പോയിന്റ് മേടിച്ചവർ എല്ലാം ടോപ്പ് 15-ലുള്ളവരാണ് എന്ന് പറയുന്ന പോലെ നമ്മൾ വീണ്ടും റിലഗേഷൻ ബാറ്റിലിങ്ങിന് നിൽക്കുന്ന ടീമുകൾക്ക് നമ്മളൊരു വേദനയും കൂടാതെ തന്നെ പോയിൻറ്റ്സ് കൊടുക്കുന്നു. ആരെയും എടുത്തു പറയാനൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മോശം കളിയായിരുന്നു. സെന്നെ ലാമൻസ് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൺസിസ്റ്റൻ്റ്ലി മോശം കളിയായിരുന്നു. 10 പേരായി ചുരുങ്ങിയതിന് ശേഷം ഉഗാർത്ത അടക്കം ബെറ്ററായി കളിച്ചു. 10 പേരായിട്ട് ചുരുങ്ങിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് കളിച്ചു എന്നുള്ളതിന് നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തെങ്കിലും 11 പേരായിട്ട് എന്ത് അപരാധമാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആലോചിക്കുന്നത്. പ്ലേയേഴ്സൊക്കെ അന്ന്, അതായത് 2 ആഴ്ച മുന്നേ പോയിട്ട്, 20 ദിവസമോ അങ്ങനെ മുന്നേ പോയിട്ട് പിന്നീട് ഇപ്പം വന്നിട്ട് ഗ്രൗണ്ടിൽ വെച്ച് സലാം പറയുന്ന പോലെയാണ് എല്ലാവരുടെയും ബോഡി ലാംഗ്വേജും. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേഷനൊന്നുമില്ല. പിന്നെന്താ, മസുറായി ഭയങ്കര മോശമെന്നല്ല പറഞ്ഞത്, പക്ഷെ മസുറായി ഡയലോട്ടിൻ്റെ അപ്ഗ്രേഡാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്കുള്ള ഒരു ഉത്തരം കൂടെയാണ് ഇന്നലെ. അതായത് ബേസിക്കലി സ്പീക്കിംഗ്, നമുക്ക് ഡയലോഗിനെ കണ്ട് മടുത്തോണ്ട് നമ്മൾ അടുത്ത ആളുടെ പേര് പറയുന്നതാണ്. ഇതെല്ലാം സൈക്കോളജിക്കലി ഫാൻസിൻ്റെ പരിപാടിയാണ്. ബ്രൂണോനെ കണ്ട് മടുത്തപ്പോഴത്തേക്കും ബ്രൂണോ ആയിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞ് ബ്രൂണോനെ ഒഴിവാക്കി പറഞ്ഞവരാണ് ഫാൻസ്. സോ നസുറായി വരുന്നു, വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ടീമിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഷെഷ്കോ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഷെഷ്കോയ്ക്കും ചാൻസൊക്കെ കിട്ടിയിട്ടും ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. എംബോമോനെ ബെഞ്ച് ചെയ്തു, പക്ഷേ എംബോമോ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷിയാലേസിനെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ അവൻ അറ്റ്ലീസ്റ്റ് 2 ഷോട്ടെങ്കിലും അടിച്ചാണ്. 10 പേരായിട്ട് ചുരുങ്ങുമ്പോൾ കളിക്കാൻ പറ്റിയ ആളാണ് ഷിയാലേസി. അവൻ ബോളൊന്നും പാസ് ചെയ്യാനൊന്നും മൈൻഡ് കാണിക്കാത്തരുത്തന്നെ. അവൻ വെളിയിൽ നിന്ന് ഷൂട്ട് ചെയ്തോളൂ, ഏതെങ്കിലും ഒന്ന് കയറി എന്നുള്ള രീതിയിലിടായിരുന്നു. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോഴും 7 പോയിൻറ്റ്സ് അഹെഡ് ഓഫ് ചെൽസിയാണ്. അടുത്ത ചെൽസി തന്നെയാണ്. നമുക്കൊരു ചാൻസ് ഉണ്ട്. നമ്മുടെ കയ്യിലാണ് സംഭവങ്ങളെല്ലാം. ഇപ്പം ആഴ്സണലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആഴ്സണൽ സിറ്റിയെ തോൽപ്പിച്ച പരിപാടി തീർന്നു. അവരുടെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും സാധനമുള്ളത്. പക്ഷേ നമ്മൾ ചെൽസിയെ തോൽപ്പിച്ചില്ലെങ്കിൽ ആ പോയിൻ്റ് ഗ്യാപ്പ് 4 ആവും. ഇന്നലെ ജയിച്ചിരുന്നെങ്കിൽ 10 ആയേനെ പോയിൻ്റ് ഗ്യാപ്പ്. 10 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നെക്സ്റ്റ് 6 ഗെയിംസിൽ 3 കളി തോറ്റാലും നമ്മൾ കയറുമെന്നുള്ളൊരവസ്ഥയിലെത്തും. അങ്ങനത്തെ ഒരു വലിയ കുഷൻ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ടോപ്പ് 5 ടീംസിന് കയറാമെന്നുള്ളതുകൊണ്ട് ചെൽസിയുടെ പോയിൻറ്റ്സ് നോക്കിയാൽ 48 ആൻഡ് വി ആർ 55. ഇനി ചെൽസിനെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ അഗെയിൻ 10 പോയിൻറ്റ്സ് ഗ്യാപ്പ്, 5 കളിയേ ഉള്ളൂ. വി ആർ ഓൾമോസ്റ്റ് ഇൻ ദ UCL. പക്ഷേ അതേസമയം തോറ്റു കഴിഞ്ഞാൽ ഇമ്മെൻസ് പ്രഷറിലാവും. പിന്നെ നമ്മുടെ അടുത്ത കളിയിൽ അറിയാമല്ലോ, ഈ കളിയിൽ ലിച്ച മാർട്ടിനസിൻ്റെ ഒരു അടിപൊളി ഗോൾ ലൈൻ സേവ് ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് നിൽക്കുമ്പോഴും ലിച്ച മാർട്ടിനസിൻ്റെ അത് റെഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ ഹാസ് ഗോൺ ടു സോഫ്റ്റ് എന്ന് പറഞ്ഞാലും യെസ്, ഫുട്ബോൾ സോഫ്റ്റായി. ഈ വാർ വന്നതിന് ശേഷം എന്തിന് കൊടുക്കും എന്തിന് കൊടുക്കാതിരിക്കുമെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം ചെൽസിയുടെ ഗുസ്തോനെയും കുക്കുറേനെയൊക്കെ തലയെ പിടിച്ച് വലിക്കുകയാണ് ചെയ്തത്. ഇന്നലെ മറ്റേ പുള്ളിയുടെ എന്തായാലും പുള്ളിയുടെ കൈ ഹോൾഡിലുണ്ടായിരുന്നു, ഇല്ലയെന്നൊന്നുമില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽവേർട്ട് ലെവിൻ ബുദ്ധിപരമായിട്ട് അപ്പുറത്ത് യൂറോ ഫസ്റ്റ് ഗോളിന് കാൽവേർട്ട് ലെവിൻ്റെ അടിയും വാങ്ങിച്ച് ചിരിച്ചെങ്ങനെ ഇരുന്ന്, ഒരു അഭിനയം ഒന്നും ചെയ്യാതെ അവൻ കുറച്ച് ജെന്യുവനായിട്ട് നിന്ന്. ശരിക്കും പറഞ്ഞാൽ അത് ഫൗളാണ്. പക്ഷേ അവനൊന്നും അവിടെ കിടന്നിരുന്നെങ്കിൽ അത് ഫൗളാണ്, ഗോൾ കൊടുക്കത്തില്ല. പക്ഷേ ആൽബർട്ട് ലെവിൻ എന്ന് പറയുന്നത് നമുക്കെപ്പോഴും ഒരു തലവേദനയായിട്ടുള്ളൊരുത്തനാണ്. അവൻ നല്ലപോലെ അവൻ്റെ എന്താ പറയുക അവൻ ബുദ്ധി ഉപയോഗിച്ച് അത് റെഡ് കാർഡിലോട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ റോയ്ക്കിൻ, നിങ്ങളുടെയൊക്കെ ക്യാപ്റ്റൻ മെറ്റീരിയൽ ആണല്ലോ ലിസാൻഡ്രോ മാർട്ടിനസ്. ഡിസിപ്ലിൻ കാണിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇപ്പോൾ റോയ്ക്കീൻ മോഡൽ ക്യാപ്റ്റൻ മെറ്റീരിയലൊക്കെയാണ് ലിസാൻഡ്രോ മാർട്ടിനസ്. എപ്പോഴും റഫ് മോന്ത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കില്ലേ. റോയ്ക്കീൻ അടക്കം പറഞ്ഞത് റെഡാണ്. അതായത് ഫുട്ബോൾ ഗോൺ ടു സോഫ്റ്റായി. അപ്പം ഈ പഴയ രീതിയിലുള്ള ഈ അഗ്രഷനും ഈ ഡിഫെൻഡിങ്ങിൻ്റെ ഇടയിൽ, എസ്പെഷ്യലി ഇപ്പം ക്രിക്കറ്റ് ബോളേഴ്സിനെതിരായി എന്ന് പറയുന്ന പോലെ ഡിഫൻഡേഴ്സിനെതിരെയൊക്കെ ഇവിടെയാണ് ഫുട്ബോൾ. അതായത് ഭയങ്കര ബോക്സിനകത്താണെങ്കിലും കുറച്ചുകൂടെ പ്രിഫറൻസ് കിട്ടുന്നത് അറ്റാക്കേഴ്സിനാണ്. അങ്ങനെ ഒരു സമയത്തും പിന്നെ വാറൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഇതേവിടുത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക. അതായത് പണ്ട് എനിക്ക് അറിയാം, ലൈക്ക് ഇപ്പം സ്ട്രൈക്കേഴ്സിനെയൊക്കെ അല്ലെങ്കിൽ ഫോർവേഡ്സിനെയൊക്കെ ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കാനും
അവരുടെ മൈൻഡ് ഔട്ടാക്കാനൊക്കെ ഇതേപടി കുറച്ച് ഡേർട്ടി ഗെയിംസൊക്കെ കളിക്കുന്നത് ഡിഫൻഡേഴ്സ് ചെയ്യുന്നതാണ്. അത് പാർട്ട് ഓഫ് ദ ഗെയിം ആയിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് മോണിറ്റേർഡ്. അതൊന്നും അത്ര രീതിയിലൊരു ഇൻ്റർവെൻഷൻ വെച്ച് നിങ്ങൾ കളി സ്റ്റോപ്പ് ചെയ്ത് വന്ന് റെഡ് കൊടുക്കേണ്ട കേസൊന്നും അല്ല. പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റഫറിയുടെ കാര്യം എടുത്ത് മാറ്റുക, അല്ലാതെ എല്ലാ ഫാക്ടേഴ്സും എടുത്ത് മാറ്റുക. ഇപ്പം മെയിനും ഇഞ്ചേർഡാണ്, അങ്ങനത്തെ മഗ്വയറില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിയ കഴിഞ്ഞാലും ലീഡ്സിനെ തോൽപ്പിക്കാൻ നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ 60 മിനിറ്റ് റെഡ് കിട്ടുന്നവരെ നമ്മൾ 11 പേര് വെച്ചിട്ട് എന്താ കളിച്ചത്? ഒന്നും കളിച്ചില്ല. പിന്നെ ലീഡ്സുമായിട്ടുള്ള കളി എപ്പോഴും നമ്മൾ ലീഡ്സ് എപ്പോഴും നമ്മുടെ ഒരു ഇരയാണ്. അതാണ് എൻ്റെ അടുത്ത പ്രശ്നം. ഒരു കളി പോലും നമ്മൾ ജയിച്ചില്ല സീസണിൽ. ലീഡ്സ് കുറേ കളികൾ ജയിച്ചിട്ടില്ല. അവരാകെ FA കപ്പിൽ ജയിച്ചത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ കുറേ കളി വിൻലെസ് ആണ്. അപ്പോൾ എൻ്റെ പേടി ഇപ്പം കുറേ കളി വിൻലെസ് ആയിട്ടുള്ള വേറൊരാളെയാണ് നമ്മളിപ്പം കളിക്കാൻ പോകുന്നത്, ചെൽസി. അത് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ. യൂഷ്വലി ചെൽസി പ്രീമിയർ ലീഗിൽ നമുക്ക് പോയിൻറ്റ്സ് എടുത്തുകൊണ്ട് പോകാറില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ ആണെങ്കിലും ഇറ്റ്സ് എ ഗുഡ് റിസൾട്ട് ഫോർ അസ്. അതായത് ചെൽസി ആണല്ലോ നമ്മുടെ കോമ്പീറ്റർ. അപ്പം അറിയില്ല. അപ്പോൾ ക്യാരിക്ക് അഗെയിൻ ലുക്ഡ് ക്ലൂലെസ്. അപ്പം ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ മേസൺ മൗണ്ടിനെയൊക്കെ കൊണ്ടുവരായിരുന്നു. ആ സമയത്താണ് മാർട്ടിനസ് റെഡ് മേടിച്ച് പോയത്. ഇപ്പോൾ എനിക്ക് മനസ്സിലാവും മേസൺ മൗണ്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊണ്ട് ഇല്ലാതായിരുന്നു. പക്ഷേ മാർട്ടിനസ് റെഡ് മേടിച്ചില്ലായിരുന്നെങ്കിൽ മേ ബി മേസൺ മൗണ്ടൊക്കെ വന്ന് കുറച്ചുകൂടെ അറ്റാക്കിങ് പ്രതീക്ഷിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുഞ്ഞ വാസ് ഡീസൻ്റ് എസ്റ്റഡേ. അതായത് മോശമില്ലാത്ത രീതിയിൽ കളിച്ചെന്ന് തോന്നി കുഞ്ഞ. ബ്രൂണോ സെക്കൻഡ് ഹാഫിൽ വന്നപ്പം ദ ഓൺലി ഗുഡ് തിങ് അബൌട്ട് എസ്റ്റഡേ ഇസ് ദാറ്റ് ബ്രൂണോ അഗെയിൻ പിക്ഡ് അപ്പ് ആൻ അസിസ്റ്റ്. അതായത് ബ്രൂണോ ആരൊക്കെ വന്നു എന്ന് എത്ര സൈനിങ്സ് ഉണ്ടെങ്കിലും ഞാൻ ബ്രൂണോനെയും കസമീറോനെയും തന്നെ നോക്കും ഒരു ബ്രേക്ക് ത്രൂ വേണമെങ്കിൽ. ഇവർ രണ്ടുപേരും ചിലപ്പം അടുത്ത സീസണിൽ പോകും. കസമീറോ എന്തായാലും പോകും. അപ്പോൾ ഈ പറഞ്ഞ ഗോളുകളൊക്കെ എവിടുന്ന് വരുമെന്നും കൂടെ ആൾക്കാരൊന്നും പറഞ്ഞു തന്നാൽ കൊള്ളാം. എസ്പെഷ്യലി വലിയ മെൻറ്റാലിറ്റി മാച്ചസ് ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പോകുമ്പോഴത്തേക്കും ഇതുപോലത്തെ ക്യാരക്ടറിനെയൊക്കെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കംബാക്കൊക്കെ അടിക്കുക എന്നൊക്കെ ഉള്ള ഞാൻ എപ്പോഴും ഡൗൺ ആയിരിക്കുമ്പോഴും പ്രതീക്ഷിക്കുന്നത് ഷെഷ്കോ ഗോൾ അടിക്കുമെന്നോ ഷെഷ്കോ ഇത് ചെയ്യുന്നതല്ല. പിന്നെ ആകെ ഉണ്ടായിരുന്നതിൽ ലൈക്ക് കുഞ്ഞ് എനിക്കൊരു ട്രസ്റ്റബിൾ ഗൈ ആണിപ്പം. അതായത് ഒരു കംബാക്കിനെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ. ഷെഷ്കോ എന്ന് പറയുന്നത് ഓക്കെ, ഫ്രം ബെഞ്ച് ഷെഷ്കോ കുറച്ചുകൂടെ കൺവിൻസിങ് ആണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഷെഷ്കോ കൺവിൻസിങ് അല്ല. എപ്പോഴും ബ്രൂണോ കസമീറോ തന്നെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ എന്താവും അടുത്ത സീസണിലൊന്നും എനിക്കറിയില്ല. ആൻഡ് ദ ഗെയിം വാസ് ടോട്ടലി ബാഡ്. നമ്മൾ 20-24 ദിവസം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഈ ക്രാപ്പാണ് കണ്ടതെന്നുള്ളതിന് അത് ഉറക്കമുളച്ച് കുറേ നാൾ കൂടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കണ്ട കളി ഇതായിപ്പോയി എന്നുള്ളതിൽ വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ നിന്ന് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊന്നുമില്ല. അതായത് ചെൽസിയെ തോൽപ്പിക്കുക, ചെൽസിക്ക് പോയിൻറ്റ്സ് കൊടുക്കാതിരിക്കുക, അങ്ങനെ ചെയ്താൽ മതി. ഇതിൽ ടോപ്പ് 3 ഫിനിഷ് ചെയ്യുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കിപ്പോൾ അറിയില്ല. എന്തായാലും ജസ്റ്റ് UCL അത് മാത്രമാണ് ഇപ്പോൾ നോക്കേണ്ടത്. അനാവശ്യമായിട്ട് ചുമ്മാ കയറി ആൾക്കാരെ ഒന്നും ബുള്ളി ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത കളിയിൽ അറിയാമല്ലോ, മഗ്വേറും ഇല്ല. മിക്കവാറും യൂറോ ഹെവൻ കോംബോ ആയിരിക്കും. ചെൽസിയുടേതായിട്ടുള്ള ഡിഫെൻസീവ് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. എന്നാലും 2 പയ്യന്മാരായിരിക്കും അവിടോട്ട് പോകുന്നത്. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പോയിട്ട് എന്താണെന്നറിയില്ല, നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ